പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാതവന്ദനം. ആത്മാവൻ എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നും പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ 12:11 വാക്യം, യേശുവിൽ വിശ്വസിക്കായാൽ ലാസറേയും കൊല്ലണമെന്ന് മഹാപുരോഹിതന്മാർ ആലോചിച്ചു. വളരെ അനുഗ്രഹിക്കുന്നതായ ഒരു വചനഭാവവും സംഭവവുമാണ്. യേശുവിനെ മറിയ തലമ്പൂശുന്നു. മരിച്ചുവെന്ന് വരുമ്പോൾ ലാസർ പാർത്ത ബഥാനിയിൽ പ്രസവിക്ക് 6 ദിവസം മുമ്പേ വരുന്നു. അവിടെ ഒരു അത്താഴം ഒരുക്കിയിട്ടുണ്ട്. മാർത്ത ശുശ്രൂഷ ചെയ്യുന്നു. ലാസർ അവനോടുകൂടെ പന്തിയിലിരുന്ന സാഹചര്യം ഇതൊക്കെ നമുക്കറിയാം. അവിടെ യഹൂദന്മാരും യേശുവിനെ കാണാൻ വേണ്ടി മാത്രമല്ല, അവിടെ ലാസറിനെ കൂടെ കാണാൻ, മരിച്ചവരിൽ നിന്ന് ഉയർത്ത ലാസറിനെ കാണാൻ കൂടെ അവിടെ കുറേ പേര് കൂടിയിരിക്കുക, യഹൂദന്മാർ. അപ്പോൾ യഹൂദന്മാരുടെ ഒരു വലിയ ആഗ്രഹം, അല്ലെങ്കിൽ അവിടെ ഒരു ചിന്ത, അല്ലെങ്കിൽ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നൊരു കാര്യം എന്താണ്? ലാസറിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ലാസറിനെ കൊല്ലാൻ മഹാപുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ ആലോചന നടന്നു. കാരണം ഉയർത്തെഴുന്നേൽപ്പില്ലെന്ന് പറയുന്ന സദൂക്യപക്ഷത്ത് ഉള്ളവരാണ് ആ ഭാഗം. അവർ മഹാപുരോഹിതന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോൾ ലാസറിനെ എന്ത് ചെയ്യണം? കൊന്നുകളഞ്ഞാൽ പിന്നെ ആ തെളിവുകളില്ലാതായിത്തീരുമല്ലോ. പ്രിയരെ, അതിനുവേണ്ടി ഒരു വട്ടം കൂടി ഒരുവൻ എന്ത് ചെയ്യുന്നു? ഉയർത്തെഴുന്നേറ്റ് അനാഥത്വം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിന് 2 സഹോദരിമാർക്കൊരു സഹോദരനുള്ളത് തിരികെ ലഭിച്ചതിൻ്റെ സന്തോഷം അവിടെ ആർക്കും തന്നെയില്ല. അവരുടെ ആ കുടുംബ അംഗങ്ങൾ, അവർക്ക് 3 പേർക്ക് ഒരുപക്ഷെ ഒഴിച്ച് ഇവിടെ കൂടി വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും എന്താ പറയുന്നത്? അവനെ കൊല്ലണം, ലഭിച്ചതിനെ നശിപ്പിക്കണം. ഇന്ന് പ്രഭാതത്തിലും എന്നെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വിടുതലിനെ, ദൈവം ചെയ്ത നന്മയെ, ഉപകാരങ്ങളെ, പ്രാർത്ഥനയുടെ മറുപടികളൊക്കെ നശിപ്പിക്കുവാൻ ചിലതൊക്കെ എഴുന്നേൽക്കുന്ന ഒരു സമയമാണ് കേട്ടോ. ആയതിനാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവമക്കൾ എത്ര പേര് പ്രാർത്ഥിച്ച് അതിൻ്റെ മേലൊരു ജയം പ്രാപിക്കും. നമുക്ക് ദൈവം തന്ന ഒരു ചെറിയ കാര്യമാകാം, നമ്മളോർക്കും അത് ചെറുതായിട്ട് തള്ളിവിടരുത്. അതിനെ ആരെങ്കിലും വിമർശനത്തോടെയോ അല്ലെങ്കിൽ അവിശ്വാസത്തോടെയോ ഒക്കെ പറയുമ്പോൾ എത്ര പേര് ആത്മാവിൽ പറയും, അല്ല, എൻ്റെ കർത്താവാണ് എനിക്കത് തന്നത്, എൻ്റെ കുഞ്ഞിൻ്റെ ജയം തന്നത്, എനിക്ക് ജോലി തന്നത്, എൻ്റെ കാത്തു പരിപാലിച്ചത്, വാഹനത്തിൽ യാത്ര ചെയ്തപ്പോൾ എന്നെ സൂക്ഷിച്ചത്, എൻ്റെ കഴിഞ്ഞ ദിവസത്തെ രോഗത്തിൽ എനിക്ക് സൗഖ്യം തന്നത്, എനിക്ക് ആ വേദനയിൽ പൂർണ്ണ വിടുതലും, ചെറുതാകട്ടെ വലുതാകട്ടെ, എൻ്റെ കുഞ്ഞുങ്ങളെ ആ രാജ്യത്ത് ദൈവം അയച്ചത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് ഉറക്കെ പറഞ്ഞ് അതിനെന്ത് ചെയ്യണം? നന്ദി പറയുവാൻ നമ്മൾ എത്ര പേര് ഇന്ന് പ്രഭാതത്തിൽ തയ്യാറാണ്? പലപ്പോഴും അതേ മനസ്സ് വെക്കാറില്ല. ഇന്ന് പ്രഭാതത്തിൽ ഒന്ന് സ്തോത്രം ചെയ്തേ കർത്താവ് ഇതിനായിട്ടെല്ലാം നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? അതിനെ നശിപ്പിക്കുവാനുള്ള പ്രേരക ശക്തി ദുഷ്ടനായവൻ, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ചർച്ചയിലും ബന്ധത്തിലും നമ്മുടെ സൗഹൃദ വലയങ്ങളിലൊക്കെ പെട്ടവർ അതിനെ വിമർശനാത്മകമായിട്ട് ആ ദൈവപ്രവൃത്തി ഇല്ലാതാക്കി കാണിക്കുവാൻ ശ്രമിക്കുമ്പോൾ പ്രഭാതത്തിൽ എന്ത് പറയണം? എൻ്റെ കർത്താവാണ് എനിക്കിത് തന്നത്. ഇവിടെ കണ്ടോ, ലാസറിനെ കൊല്ലണമെന്ന് ചിലരെന്ത് ചെയ്യുന്നു? വട്ടം കൂടി തീരുമാനിച്ചിരിക്കുക. ഉയർപ്പിനേക്കാൾ അപ്പുറമായി അവനെ നശിപ്പിക്കുവാൻ, അതുകൊണ്ട് ദൈവം ചെയ്ത വിടുതലിനെ നശിപ്പിക്കുവാൻ നോക്കുന്ന പൈശാചിക തലങ്ങളെ എന്ത് ചെയ്യണം? മനസ്സിലാക്കി അതിനെ പോരാടി ജയിച്ച് ദൈവപ്രവൃത്തി ഉയർത്തി കാണിക്കുവാൻ ദൈവം എന്ന പ്രഭാതത്തിൽ നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പിതാവേ, വചനത്തിനായിട്ട് നന്ദി. കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം.